ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു SPC Chem Tutor. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ്. സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്യുവർലി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ഡീപ്പൊന്നും പോകുന്നില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് വളരെ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളതൊക്കെ. So vibrational spectroscopy, molecule having change in dipole moment during vibration show this type of spectroscopy. So it should be a change in dipole moment during vibration. So and functional group identification region, that is in between 1000 to 4000 centimeter inverse. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഈ റീജിയനിലായിരിക്കും അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ പീക്സൊക്കെ നമുക്ക് കിട്ടുന്നത്. ദെൻ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ, ഇറ്റ്സ് ബിറ്റ്വീൻ 5000 to 1500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് പറയുന്ന സമയത്ത് അതായത് 1500 റീജിയനിൽ ബിലോ വരുന്ന പീക്കുകൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പീക്കുകളായിരിക്കും. സംടൈംസ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് സിമിലറായിട്ട് തോന്നുന്ന ചില കോമ്പൗണ്ട്സ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ റീജിയനിൽ സെയിം പോലെ തോന്നുന്ന പീക്കുകൾ ചിലപ്പം കിട്ടും. പക്ഷെ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ യൂസ്ഫുൾ ആയിട്ട് വരും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പൻ 1 ഓളും പ്രൊപ്പൻ 2 ഓളും പ്രൊപ്പൻ 1 ഓളിനും 2 ഓളിനും OHൻ്റെ പീക്ക് അറൗണ്ട് 3500 കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ റീജിയൻ വെച്ചിട്ട് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ആ ഫിംഗർ പ്രിൻറ്റ് റീജിയനിലുള്ള പീക്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടായിരിക്കും കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഡിഫറൻസ് നോക്കിയിട്ട് ഈ രണ്ട് മോളിക്യൂൾസും എന്താണ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ the spectroscopy, vibrational spectroscopy acts as a supporting information during structural elucidation. So vibration of a molecule can be represented quantum mechanically by a simple harmonic oscillator. നമ്മൾ MSc പഠിച്ചിട്ടുണ്ട് എന്താണ് രണ്ട് മോളിക്യൂൾസ് എക്സാമ്പിൾ പറയുന്നത് HCl ഹൈഡ്രജനും ക്ലോറിനും ഇൻഫിനിറ്റിയിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ബോണ്ട് ലെങ്ത്തുകൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനനുസരിച്ച് നമുക്ക് ഒരു പരാബോളിക് പാത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഓരോ സ്റ്റേറ്റ്സുകളാണ്. സോ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് വൈബ്രേഷൻ എനർജി ലെവൽസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് EV is equal to V plus half into h nu in joules. So V are the vibrational energy levels. V equal to 0, we have energy is equal to half h nu, that is called 0 point energy. V equal to 1, that is 3/2 h nu, and V equal to 2, that is 5/2 h nu. All levels are equally spaced with an energy difference of h nu. സോ ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ജൂൾസിലാണ്. സോ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ സമയത്ത് നമുക്ക് ആ ഇക്വേഷൻ EV is equal to V plus half into mu bar. Mu bar is equal to C by lambda, mu by C. Then selection rule plus or minus 1, അതായത് 0 to 1, 1 to 2 അങ്ങനെ ആയിരിക്കും അതിൻ്റെ എന്താണ് ട്രാൻസിഷൻസ് വരുന്നത്. ദെൻ fundamental frequency of in relation with the frequency of the absorption with the mass number and force constant can be represented by equation mu bar is equal to 1/2 pi c into root of k by nu in centimeter inverse, where k is the force constant and mu is the reduced mass, c is the velocity of light, and mu bar is the wave number. K increases, mu bar increases. Mu bar increases, then this frequency decreases. Okay. Then another important formula that we have to memorize is total number of vibrational degrees of freedom. For a linear molecule it is 3n minus 5.
and for a non-linear molecule it is 3n minus 6. ഇനി നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻസ്, ഹയർ സ്ട്രെച്ചിങ് റീജിയൻസ്, അതിൻ്റെ വാല്യൂസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റത്തത് ഇപ്പോൾ കുറച്ച് ഹൈഡ്രജൻ, അതായത് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഈ ഒരു ഫാമിലിയിൽ വരുന്ന ഹൈഡ്രജൻ സ്ട്രെച്ചിങ് ഫ്രീക്വൻസീസ് ആണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. സോ sp കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജനും sp2 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണും NHൻ്റെയും OHൻ്റെയും റേഞ്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ സ്പെക്ട്രത്തിൻ്റെ റീജിയൻ തരികയാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ്, ഇപ്പോൾ അവിടെ NHനുള്ള പോസിബിലിറ്റി ആണോ ഉള്ളതെന്നുള്ളത് നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് 3200 to 3500 റേഞ്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് NH എന്ന് മനസ്സിലാക്കാം. ഈ NH ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അതിൻ്റെ ഇപ്പോൾ ഫോർമുലാസ് തരില്ലേ, C2H10 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് തന്നതിന് ശേഷം ഈ ഒരു റേഞ്ചും കൂടി തന്നാലാണ് നമുക്കതിൽ നൈട്രജൻ ഉണ്ട്. അപ്പോൾ NH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരാം. അങ്ങനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി പ്രോബ്ലംസ് അനലൈസ് ചെയ്യുന്നത്. സോ OH ആണെന്നുണ്ടെങ്കിൽ 3500 to 3600 റേഞ്ചിലാണ്. ഓക്കെ, ഈ ഒരു റീജിയൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ദെൻ കാർബൺ നൈട്രജൻ, കാർബൺ ഓക്സിജൻ എൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി റേഞ്ചാണ് ആദ്യം ഗ്രൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ കേസിലായാലും അതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ, ദെൻ കാർബൺ നൈട്രജൻ, കാർബൺ ആൻഡ് കാർബൺ ഓക്സിജൻ, ഈ ഒരു റേഞ്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ നൈട്രജൻ ആകുന്ന സമയത്ത് 2250 ആൻഡ് 2150 ഇറ്റ് ഈസ് കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഓക്സിജൻ കാർബൺ മോണോക്സൈഡ് ഇറ്റ് ഈസ് 2143 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് CO, CN, CL, CF ആൻഡ് CBr ഓർ അയഡിൻ, ഇതിലുള്ള റേഞ്ചാണ് നമ്മൾ അതിൻ്റെ IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി റേഞ്ചാണ്. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് വെക്കുക. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ്, എസ്പെഷ്യലി കാർബണൈൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി റേഞ്ചുകളാണ്. ഇത് അതിൻ്റെ റേഞ്ചുകളാണ്. ചില കേസുകളിൽ കോമ്പൗണ്ട്സിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ച് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് നമുക്ക് ആൽഡിഹൈഡ് ആണോ, കീറ്റോണോ, ആസിഡാണോ, എസ്റ്റർ ആണോ എന്നുള്ളതൊക്കെ ആയിരുന്നു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സോ കാർബോക്സിലിക് ആസിഡ് വരുന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ പറയുന്നത് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ബേസിലാണ്, അതായത് 1710. ദെൻ കീറ്റോൺ ആണെന്നുണ്ടെങ്കിൽ 1715, ആൽഡിഹൈഡ് 1725. അതായത് കീറ്റോണും ആൽഡിഹൈഡും നോക്കുന്ന സമയത്ത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് ആൽഡിഹൈഡിനാണ്. കാരണം കീറ്റോണിൻ്റെ കേസിൽ രണ്ടും R ഗ്രൂപ്പ് ഓർ CH3 ഓർ ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്താവാം, അത് രണ്ടും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് കാർബണിൽ ഇലക്ട്രോണിൻ്റെ ക്ലൗഡ് കൂടുകയും സോ CO ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് പല സ്ഥലങ്ങളിലും ആവശ്യമുണ്ടാവും. സോ അതുകൊണ്ട് ഇപ്പോൾ ആൽഡിഹൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു R ഗ്രൂപ്പേ ഉള്ളൂ, അടുത്ത പൊസിഷന് ഹൈഡ്രജനാണ്. സോ 2 R ഗ്രൂപ്പ് വരുന്നതിൽ 2 R ഗ്രൂപ്പും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും ഒരു ആൽഡിഹൈഡ് കാർബണിലുള്ള. സോ ആ ഒരു പോളറൈസേഷൻ കുറവായിരിക്കും ഏതിൽ ആൽഡിഹൈഡിൽ. സോ ആൽഡിഹൈഡിന് കീറ്റോണിനേക്കാളും കൂടുതൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കാണും. എസ്റ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ ദെൻ 1735 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ആസിഡ് ക്ലോറിനാണ് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവാണ്, ആ 1800 റേഞ്ചിലേക്കാണ് വരുന്നത്. ദെൻ അൺഹൈഡ്രേറ്റിൻ്റെ കേസിൽ 2 പീക്കുകൾ കാണാറുണ്ട്, COൻ്റെയും Oൻ്റെയും 1810 ആൻഡ് 1780. അമൈഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ ബോണ്ടിലേക്ക് ഡിലോക്കലൈസ് ചെയ്തിട്ട് ഇതിന് റെസൊണൻസ് പോസിബിലിറ്റി ഉണ്ട്. സോ അതായത് ടോട്ടോമേഴ്സ് ഫോം ചെയ്യും. സോ 1680 ആണ് നമ്മൾ മുമ്പ് കണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ്, കാർബണൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ എല്ലാം സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനേക്കാളും വളരെ കുറഞ്ഞൊരു സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് എന്തിനു കിട്ടിയത്, അമൈഡ്സിന് കിട്ടിയത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ദെൻ കുറച്ച് റിങ്ങുകളും
അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ചുള്ള റേഞ്ചിലാണ്. ഇതൊക്കെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാൻ ചിലർക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. സോ നമുക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റത്തെ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈക്ലോഹെക്സനോൺ, സൈക്ലോപെൻറ്റനോൺ, സൈക്ലോബ്യൂട്ടനോൺ ആൻഡ് സൈക്ലോപ്രൊപ്പനോൺ വരുന്ന സമയത്ത് എന്താണ് റിങ്ങിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുകയാണ് ചെയ്യുന്നത്. താഴെ സിമിലർ ആയിട്ടുള്ള കേസ് തന്നെയാണ് റിങ്ങിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. ഇനി ഫസ്റ്റ് സൈക്ലോഹെക്സനോണും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, അതായത് ഫസ്റ്റ് കേസ് ആൻഡ് സെക്കൻഡ് കേസ്, ഇതും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു ഡീലോക്കലൈസേഷൻ ഇവിടെ പോസിബിളാണ്. സോ ഇതിലെന്താണ് കമ്പയർ ടു ദിസ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറവായിരിക്കും. സോ ഈ കേസിലും അത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും. ഇനി ഈ ഒരു കേസിൽ കാർബണൈലിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ ഒരു ഓക്സിജൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് വന്നു, ഇവിടെ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ കാർബണൈലിൻ്റെ സ്ട്രെങ്ത്ത് ഇവിടെ ഉള്ളതിനേക്കാളും ഈ ഒരു കേസിൽ കൂടി. സോ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്തു, കൂടി. അങ്ങനെ വേണം നമ്മൾ ഇതിനെ അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അതായത് റിങ്ങിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു 1656 ആണ് ഇപ്പോൾ സൈക്ലോപ്രോപ്പീൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എന്ത് കൂടും, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. ഇതിപ്പോൾ സൈക്ലോബ്യൂട്ടീൻ ആയാലും സൈക്ലോപെൻറ്റീൻ ആയാലും എല്ലാ കേസിലായാലും. സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ദ റിങ്ങിൻ്റെ കേസിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ദി റിങ് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഓഫ് സ്ട്രെച്ചിങ് ആൾസോ ഇൻക്രീസസ്. ഇനി കുറച്ച് പ്രോബ്ലംസ് ഇത്രയേ ഉള്ളൂ IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് വരുന്ന പോയിൻറ്റ്സുകൾ ഫർദർ ഡിസ്കസ് ചെയ്യാം. അതിന് ഒരു ക്വസ്റ്റ്യനാണ്, ദ പ്രോഗ്രസ് ഓഫ് ദ ഫോളോയിങ് ഡീസാൾഡർ റിയാക്ഷൻ ക്യാൻ ബി മോണിറ്റർഡ് ബൈ IR സ്പെക്ട്രോസ്കോപ്പി. ഇതെന്താണ്, ഒരു ഡീസാൾഡർ റിയാക്ഷനാണ് 4+2. അതായത് ആദ്യത്തെ കേസിലുള്ളത് ഇറ്റ്സ് ഒരു ഡൈയിനാണ്, ഇത് ഡൈയിനോഫൈലാണ്. ഈ ഒരു റിയാക്ഷൻ വഴി ഈ ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെക്ട്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ക്യാൻ ബി ബെസ്റ്റ് യൂട്ടിലൈസ്ഡ് ഇൻ ഡിറ്റർമിനിങ് ദി കംപ്ലീഷൻ ഓഫ് റിയാക്ഷൻ. ഇപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് ഈ ഒരു കാർബണൈൽ സ്ട്രെച്ചിങ് ആൽഡിഹൈഡാണിത്. ഈ ആൽഡിഹൈഡിൻ്റെ സ്ട്രെച്ചിങ് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ അവിടുന്ന് ഡിസപ്പിയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിൽ എന്തുണ്ടാവില്ല, കാർബണൈൽസിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉണ്ടാവില്ല. ഡിസപ്പിയറൻസ് ഓഫ് ഡൈയിനോഫൈൽ CO സ്ട്രെച്ച്, ഇത് ഡൈയിനാണ്, ഇത് ഡൈയിനോഫൈലാണ്. ഡിസാൾഡർ റിയാക്ഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ ആൻസർ ഈസ് A. Then among the following amino acid carboxylates, only one gives NH stretching frequency at 3400 cm inverse. Identify it. Correct answer is option B, proline ആണ്. So correct answer is option B, proline. ഇതിൽ പറഞ്ഞു NH സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ്, എല്ലാം അമിനോ ആസിഡ്സ് ആണ്. സോ കാർബണൈൽ ആസിഡ് ആൻഡ് NH ഫങ്ഷനാലിറ്റീസ് സിംഗിൾ മോളിക്യൂളിൽ ഉണ്ടാവും. സോ അതിൽ NH ഫ്രീക്വൻസി 3400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിളിൻ്റെ അവിടെ പറഞ്ഞു NH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഈ ഒരു റേഞ്ചിലാണ് വരുന്നത് NH. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ നോക്കി. ഇതാണ് അലനിൻ്റെ സ്ട്രക്ചർ, ഇതാണ് പ്രോലിൻ്റെ സ്ട്രക്ചർ, ഇതാണ് S ഫിനൈൽ അലനിൻ ആൻഡ് R ഫിനൈൽ അനലിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഈ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് ഈ സിറ്റർ അയോൺ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതായത് കാർബോക്സിലിക് ആസിഡിൻ്റെ ഹൈഡ്രജൻ വന്നിട്ട് NHൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് സ്പീഷീസ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു പോസിബിലിറ്റി ഉണ്ടായ കാരണം ഇവിടെ ആ NH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 3400 നിന്നും വ്യത്യാസം ഉണ്ടാവും. ആ ഒരു സിട്രയൻ ഫോർമേഷൻ എസ് പ്രോലിൽ ഇതൊരു റിങ് ആയ കേസ് ആയത് കാരണം അതിൽ ടെൻഡൻസി കുറവാണ്. അപ്പോൾ സോ ഈ ഒരു 3 കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എസ്പ്രോലിനാണ് എന്ത് കൂടുതലുള്ളത്, 3400 റേഞ്ചിൽ
the absorption, vibration stretching frequency കാണുന്നത്. Okay. The next question, predict the number of translational, rotational and vibrational degrees of freedom in neon atom. Correct answer is option A, 3000. അതായത് ഇതിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ, റൊട്ടേഷണലും വൈബ്രേഷണലും 0 ആണ്. ഇത് നിയോൺ ആറ്റത്തിൻ്റെ കേസാണ്. ഓക്കെ, സോ degree of freedom is the total number of independent modes or ways in which the system can possess energy. For a monatomic gas, the molecules of monatomic can move in any directions in space, hence it can have 3 independent motions. So it consists of only a single atom of point of mass. So 3 degree of freedom, and all these are translational and vibrational and rotational degree of freedoms are 0. So molecules of rare gases like neon, helium, argon, etc. shows this type of means translational 3, rotational, vibration 0. So molecules of rare gas like helium, argon, etc. and neon etc. shows this type of degree of freedom. That means translational 3, rotational, and vibration 0. For a diatomic molecule, diatomic gas, molecules of diatomic gas have 5 degrees of freedom. Diatomic molecules can rotate about any axis at right angles to its own axis. So 3 rotational and 3 translational and 2 rotational degrees of freedoms. Examples: O2, N2, CO, Cl2, etc. Then triatomic gas for nonlinear molecules. Molecules of nonlinear gas can rotate about any axis of 3 coordinate axes. Hence it has 6 degrees of freedom, 3 translational and 3 rotational. Examples: H2O, SO2, etc. Then triatomic molecules of linear type. A triatomic molecules of linear type, the center of mass lies at the central atom. It behaves like a diatomic molecule. So 3 degrees of freedom of translational and 2 degrees of freedom of rotational. So it has 5 degrees of freedom. Examples: CO2, CS2, etc. Next question. The Frank-Condom principle allows estimating relative intensity of dash transitions. Option B, vibrational transitions. Frank-Condom principle is a rule that explains the intensity of vibronic transitions. It states that when a molecule is undergoing an electronic transition, the nuclear configuration of molecule experience no significant changes. അതായത് മോളിക്യൂൾ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺഫിഗറേഷനിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഫ്രാങ്ക്-കോണ്ടം പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയുന്നത്. ഓക്കെ, which of the following bond has highest stretching frequency? Correct answer is option A, CH. Cis and trans cinnamic acids can be most readily distinguished and identified by. Correct answer is option D, coupling constant of olefinic hydrogens. ആക്ച്വലി ഈ ക്വസ്റ്റ്യന് നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നതല്ല, പക്ഷേ എന്താണ് ഈ ഒരു ആൻസർ ഇതിൽ ഓപ്ഷൻസ് IR സ്പെക്ട്രം കണ്ടതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തതാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ എന്തായാലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? IR സ്പെക്ട്ര അല്ല. സിസ് ആൻഡ് ട്രാൻസ് സിന്നമിക് ആസിഡ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് IR സ്പെക്ട്ര യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. Out of the following, the one which is not an excitation source of IR spectrometer is. Correct answer is option D. These are the some of the examples where it shows the shows the sources of IR stretching, IR spectroscopy. Next question, which among the following compound given below exhibit
exhibits an absorption band of mu max 1780 centimeter inverse in IR spectrum. Correct answer is option B, cyclobutanol. Option A is acetonitrile. Option B is cyclobutanol. Option C is acetophenone and option D is cyclobutanol. Okay. ഓപ്ഷൻ എ അസിറ്റോനൈട്രൈലാണ്. സ്ട്രക്ചർ നോക്കുക CH3Cl. ദെൻ ഓപ്ഷൻ ബി സൈക്ലോബ്യൂട്ടനോൺ ആണ്. ഓപ്ഷൻ സി അസിറ്റോഫീനോൺ ആണ്. ഓപ്ഷൻ ഡി സൈക്ലോബ്യൂട്ടനോൾ ആണ്. നമുക്കറിയാം CN സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏത് റേഞ്ചിലാണ് വരുന്നത്? 2000 റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞില്ലേ, കാർബൺ റേഞ്ച് ഏതാണ്, കാർബൺ ട്രിപ്പിൾ ബോണ്ട് N, കാർബൺ മോണോക്സൈഡിൻ്റെ റേഞ്ച് എത്രയാണ് വരുന്നത് എന്നുള്ളത്. ആ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ അസിറ്റോഫീനോണിൻ്റെത് 1686 റേഞ്ചിലാണ് വരുന്നത്. ദെൻ സൈക്ലോബ്യൂട്ടനോൺ 1775. സൈക്ലോബ്യൂട്ടനോൾ എന്താണ്? OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ്. OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏത് റേഞ്ചിലാണ് വരുന്നത്? 3000 റേഞ്ചിലാണ് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ഏതാണ്? സൈക്ലോബ്യൂട്ടനോൺ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. The IR stretching frequency of CO group in RCOOH, RCOCl, RCO2, CO and RCONH2 varies as. കാർബണൈൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസീസ് ആണ്. ആസിഡ് ഉണ്ട്, ആസിഡ് ഹാലൈഡ് ഉണ്ട്, ദെൻ അൺഹൈഡ്രൈഡ് ഉണ്ട്, അമൈഡ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇതിനൊരു ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അമൈഡ്സിനാണ് ഏറ്റവും കുറവ് IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉള്ളത്. ഏറ്റവും കൂടുതൽ IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉള്ളത് RCOCl ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ് ആർ IR ആക്റ്റീവ്? ഫസ്റ്റ് ഓപ്ഷൻ N2, second option CO2 and third ethene, CH2 double bond CH2 and fourth is methane. Correct answer is option C. That means CO2, ethene and methane are IR active. N2 nitrogen molecule is not IR active. The criteria is the occurrence of a change in dipole moment of the molecule as it undergo vibrations. Homonuclear diatomic molecules are thus IR inactive. N2 is a homonuclear diatomic molecule. Next question. The fundamental and first overtone of H13Cl occurs at 2885.64 cm inverse and 5667.18 cm inverse respectively. The fundamental vibrational frequency mu bar of the molecule is. Correct answer is option D, 2989.74 cm inverse. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എന്താണ്? ഇറ്റ്സ് എ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ളത് ആ പരാബോളിക് റെപ്രസെൻറ്റേഷനും എനർജി ലെവൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ എനർജി ലെവൽസ് Hν ഡിഫറൻസിലാണ് കിടക്കുന്നത്. പക്ഷേ ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ എനർജി ലെവൽസ് ഹയർ ലെവൽസിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പുകളിൽ വ്യത്യാസം ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസുകളിൽ നമ്മൾ ഡിഫറെൻറ്റ് ട്രാൻസിഷൻസിന്, അതായത് V0 to V1, V0 to V2, V0 to V3 അങ്ങനെ ഡിഫറെൻറ്റ് ട്രാൻസിഷൻസിന് നമ്മൾ കുറച്ച് പേരുകൾ വിളിക്കും. ഈ ഒരു കേസിൽ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ള അതിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് +or-1, +or-2, +or-3 എക്സെട്ര. ദെൻ V0 എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റാണ്. V0 സ്റ്റേറ്റിൽ നിന്ന് V1 സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനെയാണ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. V0 to V2 സ്റ്റേറ്റിലേക്കുള്ളത് ഫസ്റ്റ് ഓവർടോൺ, V0 to V3 സ്റ്റേറ്റിലേക്കുള്ളത് സെക്കൻഡ് ഓവർടോൺ. ദെൻ V0 to V3 സെക്കൻഡ് ഓവർടോൺ വരെയൊക്കെ സാധാരണ കാണാറുള്ളൂ. ദെൻ V1 to V2 ട്രാൻസിഷനെയാണ് ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ട്രാൻസിഷനും
ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ ലൈക്ക് ദാറ്റ് ഏതാണ് V0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ V1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോട്ട് ബാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് മ്യൂ ബാർ ഫണ്ടമെൻ്റൽ ഈസ് ഈക്വൽ ടു ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് 2 chi e, where omega is the equilibrium vibrational frequency and omega e chi e in called unharmonicity constant. ഈക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വരാറുണ്ട്. ഓക്കെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഒമേഗ ഇ ബാർ ഇൻറ്റു 1 മൈനസ് 2 chi ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്കറിയാം ഇറ്റ്സ് 2885.64. ആ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 1 ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ ഫസ്റ്റ് ഓവർ ടോൺ നമുക്കറിയാം 2 ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് 3 chi e, that is 5667.18. that is equation number 2. ഇനി ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റത്തെ ഇക്വേഷൻ 1നെ ഇൻറ്റു 3 ചെയ്താൽ 3 ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് 2 chi e എന്ന് വരും നമ്മുടെ ഇക്വേഷൻ. സോ 3 മൈനസ് 2 ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ട്രാൻസിഷൻ, അതായത് ഫണ്ടമെൻ്റൽ ടു ഫസ്റ്റ് ഓവർടോൺ ട്രാൻസിഷൻ്റെ എനർജി എന്ന് പറയുന്നത് 2989.74 സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ്. ദാറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 2989 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ഓർഡർ ഓഫ് CO സ്ട്രക്ചറിങ് ഫ്രീക്വൻസി ഓഫ് ആൽഡിഹൈഡ്, അസൈൽ ക്ലോറൈഡ് ആൻഡ് അമൈഡ് ഇസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അസൈൽ ക്ലോറൈഡ്സിന് ഹയസ്റ്റ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉണ്ട്, ദെൻ ആൽഡിഹൈഡ്, ദെൻ അമൈഡിനാണ് ലോവസ്റ്റ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉള്ളത്. അതിൻ്റെ ഓർഡറിൽ എഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫോർ എ CO2 മോളിക്യൂൾ correct answer is option A. The asymmetric structure is Raman inactive and IR active. Options എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ദി അസിമെട്രിക് സ്ട്രക്ചറിങ് ഈസ് രാമൻ ഇനാക്റ്റീവ് ആൻഡ് IR ആക്റ്റീവ്. ഓപ്ഷൻ ബി ബെൻഡിങ് വൈബ്രേഷൻസ് ഈസ് രാമൻ ആക്റ്റീവ് ആൻഡ് IR ഇനാക്റ്റീവ്. ഓപ്ഷൻ സി സിമെട്രി സ്ട്രക്ചറിങ് ഈസ് രാമൻ ആൻഡ് IR ഇനാക്റ്റീവ്. ആൻഡ് option D symmetry stretching and bending are both Raman and IR inactive. Correct answer is option A. The asymmetric stretching is Raman inactive and IR active. So CO2 ആണ് molecule, number of degrees of freedom 3n minus 5, 3 into 3 minus 5 is equal to 4. അപ്പോൾ CO2 മോളിക്യൂൾസിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്ട്രക്ചറിങ് ആണ് സിമെട്രിക് സ്ട്രക്ചറിങ്, അസിമെട്രിക് സ്ട്രക്ചറിങ് ആൻഡ് ബെൻഡിങ്. സിമെട്രിക് സ്ട്രക്ചറിങ് IR ഇനാക്റ്റീവ് ആൻഡ് രാമൻ ആക്റ്റീവ്. അസിമെട്രിക് സ്ട്രക്ചറിങ് അതിൻ്റെ റേഞ്ചാണ് 2349, ദാറ്റ് ഈസ് IR ആക്റ്റീവ്. ദെൻ ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് ആണ് ബെൻഡിങ് മോഡ്സ്, അതിൻ്റെ ഫ്രീക്വൻസിയാണ് 6667 എന്ന് പറയുന്നത്. അപ്പോൾ CO2ൻ്റെ മോളിക്യൂൾസിൻ്റെ കേസിൽ അസിമെട്രിക് സ്ട്രക്ചറിങ് ഈസ് രാമൻ ഇനാക്റ്റീവ് ആൻഡ് IR ആക്റ്റീവ് ആണ്. നമ്മൾ അസിമെട്രിക് സ്ട്രക്ചറിങ് ഏതാണ്? ഇത് IR ഇനാക്റ്റീവ് ആണ്. ഈ ഒരു രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു മോഡേ ഉള്ളൂ, ഏതാണ്? സിമെട്രിക് സ്ട്രക്ചറിങ്. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം സിമെട്രിക് സ്ട്രക്ചറിങ്ങിൻ്റെ കേസാണ്. ഇത് രാമൻ IR ഇനാക്റ്റീവ് ആണ് സിമെട്രിക് സ്ട്രക്ചറിങ്, ദാറ്റ് ഈസ് രാമൻ ആക്റ്റീവ്. നമുക്ക് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അറിയാം, അതായത് CO2 ഈസ് എ സെൻറ്റർ ഓഫ് സിമെട്രിക് മോളിക്യൂൾ. സോ അക്കോർഡിംഗ് ടു പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ IR ആക്റ്റീവ് നോർമൽ മോഡ്സ് ആർ രാമൻ ഇനാക്റ്റീവ്. സോ അസിമെട്രിക് സ്ട്രക്ചറിങ് മാത്രമാണ് എന്ത്? രാമൻ ഇനാക്റ്റീവ് ആൻഡ് IR ആക്റ്റീവ് ആയിട്ടുള്ള നോർമൽ മോഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണെന്ന് അറിയാം. അപ്പോൾ രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരേ മോഡ് സിമെട്രിക് സ്ട്രക്ചറിങ് ആണ്. സോ ബെൻഡിങ് വൈബ്രേഷൻസ് രാമൻ ആക്റ്റീവ് അല്ല. സിമെട്രിക് സ്ട്രക്ചറിങ്
എന്താണ് രാമൻ ആൻഡ് IR ഇനാക്റ്റീവ് ആണ്. ഇത് സെൻറ്റർ ഓഫ് സിമെട്രിക് മോളിക്യൂൾസ് ആണ്. IR ആക്ടിവിറ്റി ഉള്ളത്, രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ വൈസ് വേഴ്സ ആയിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ഓഫ് ദി ഫോളോയിങ് കാർബണൈൽ സ്ട്രച്ചിങ് ഫ്രീക്വൻസീസ് വിത്ത് കറസ്പോണ്ടിങ് കോമ്പൗണ്ട്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. സോ ഇത് മാച്ച് ചെയ്യുക. നമ്മൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ ഈ ഒരു റേഞ്ചും വാല്യൂസ് എല്ലാം. ആ വാല്യൂസ് അറിയുന്നവർക്ക് ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. The first 4 vibrational levels of HI molecules are respectively 1145 cm inverse, 3375 cm inverse, 5526 cm inverse and 7597 cm inverse. The fundamental and first overtone will appear respectively at. കുറച്ച് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 2230 cm inverse and 4381 cm inverse. ഓക്കെ. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇതാണ് V0 സ്റ്റേറ്റ്, V1 V2 V3. ഇതിൻ്റെ എല്ലാ റേഞ്ചുകൾ ഫ്രീക്വൻസീസ് നമുക്ക് തന്നിട്ടുണ്ട്. V0 1145 ആണ്, V1 3375 ആണ്, V2 5526 ആണ്, V3 എന്ന് പറയുന്നത് 7587 cm ഇൻവേഴ്സ് ആണ്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്ന് പറയുന്ന V0 to V1 ആണ്. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്ന സമയത്ത് V0 to V2 ആണ് എന്ത്, ഫസ്റ്റ് ഓവർടോൺ. സോ V0ൻ്റെ എനർജി 1145 ആണ്. ദെൻ V1 3375 ആണ്. സോ ഫണ്ടമെൻ്റൽ ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. 2230 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോറി, ഞാനിവിടെ സെൻറ്റിമീറ്റർ യൂണിറ്റ് ചെയ്താൽ മറന്നു പോയിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് അത് നോട്ട് ചെയ്യാം കേട്ടോ. 2230 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് V0 to V2, അതായത് ദാറ്റ് ഇസ് ഫസ്റ്റ് ഓവർടോൺ, ദാറ്റ് ഇസ് ഈക്വൽ ടു V2 മൈനസ് V0, ദാറ്റ് ഇസ് 4381 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. In the IR spectrum, the carbonyl absorption band for following compound appears at the correct answer is option C, 1730 centimeter inverse. Number of fundamental vibrational modes of CO2 appearing common both in its IR and Raman spectra are. Correct answer is option D, 0. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് CO2 ആണ്, സെൻട്രോസിമെട്രിക് മോളിക്യൂൾ ആണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് IR ആക്റ്റീവ് ആയതൊന്നും രാമൻ ആക്ടിവിറ്റി കാണിക്കില്ല. സോ രണ്ടും ആക്ടിവിറ്റി ഉള്ളത് ഉള്ള നോർമൽ മോഡ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Which is the correct order of increasing wave number of stretching vibration of CH alkene, CH alkene, CH alkyne and CH arene? The correct answer is option D. അതായത് തേർഡ് കേസ് ആൽക്കൈൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ. ദെൻ 2 and 4, അതായത് അരീൻ്റെ കേസും ആൽക്കീൻ്റെ കേസും ഓൾമോസ്റ്റ് സിമിലർ റേഞ്ചാണ് വരുന്നത്. ദെൻ ഏറ്റവും കുറവ് ആൽക്കൈൻ്റെ കേസാണ്. സോ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റ്സുകളിൽ നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു റേഞ്ച് അത് ബൈ ഹാർട്ടല്ല, അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നവർക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. Which of the following statement is true with respect to the 3 vibrational modes of H2O molecule? So water, H2O, 3n minus 6, it's a non-linear molecule, so it is 3n minus 6, that is equal to 3 into 3 minus 6. 3 is the vibrational modes. So 3 vibrational modes of H2O എന്ന് പറയുന്നത് symmetric stretch, asymmetric stretch and bend ആണ്. ഓക്കെ. Symmetric stretch 3280, asymmetric stretch 3490 and bend 1650 centimeter inverse. Then which of the following would be having the highest stretching frequency? Correct answer is option C, carbon-carbon triple bond. തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ട്രിപ്പിൾ ബോണ്ടിനാണ്. ഓക്കെ. Then theoretical number of fundamental vibrational bands for benzene is, ഇതെന്താണ്,
3n minus 6 formula വെച്ചിട്ട് ചെയ്യാം. 3n minus 3 into 12 minus 6 36 minus 6 30 vibrational modes. In infrared spectrum of cyclopentanone, absorption due to carbonyl group is found at 1746 cm inverse and 1750 cm inverse. It is best explained by correct answer is option D, Fermi resonance states. Fermi states ഈ values രണ്ടും വളരെ അടുത്തടുത്തുള്ള vibrational frequencies ആണ്. So these are due to Fermi resonance. The source of electromagnetic radiation in IR spectroscopy is, correct answer is option D, Nernst filament. The correct order, which order is the correct for vibrational frequency of CH, CO, CBr, then carbon and carbon chlorine. Correct answer is option B. നമ്മുടെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. Then latest question paper to check the secondary alcohol has completely oxidized to ketone, you can check IR spectrum band at, അതായത് ആൽക്കഹോൾസ് കീറ്റോൺസ് ആയിട്ട് മാറണം. ആൽക്കഹോൾസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3000 റേഞ്ചിലാണ്, കീറ്റോൺസിൻ്റെത് 17 റേഞ്ചിലാണ് ഉണ്ടാവുക. സോ 3500 റേഞ്ചിൽ എന്തുണ്ടാവില്ല, അബ്സോർപ്ഷൻ ബാൻഡ്സിൻ്റെ ആബ്സെൻസ് ആണ്. ആൽക്കഹോൾസ് കംപ്ലീറ്റ്ലി കീറ്റോൺസ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് കമൻസിനുള്ള എല്ലാ ആൻസേഴ്സ് റിപ്ലൈ ചെയ്യുന്നതാണ്. സോ സപ്പോർട്ട് ചെയ്യുക. എക്സാം അടുത്ത് വരികയാണ്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വെച്ച് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.